പലതരം അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും ചില മധുര പലഹാരങ്ങളും ഒക്കെ ദീർഘകാല സൂക്ഷിപ്പുകളുടെ പട്ടികയിൽ അടുക്കള മൂലയിലുണ്ടെങ്കിലും ഞങ്ങൾ കുട്ടികളുടെ കണ്ണും മനസ്സും മുടക്കിയിരുന്നത് പല നിറത്തിൽ തേനൂറും മധുരത്തിൽ ചില്ലുഭരണികളിലിരിക്കുന്ന പഴഞ്ചാമുകളിലായിരുന്നു. അങ്ങനെ പഴഞ്ചാമുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചില്ലുഭരണി നിമിഷ നേരം കൊണ്ട് കാലിയാവുന്നത് ഉമ്മയും ഉമ്മൂമ്മയും പോലും അറിയാറില്ല. അതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. യൂട്യൂബിലെ തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ നല്ല പഴുത്ത പൈനാപ്പിൾ വെള്ളം ചേർക്കാതെ അരച്ച് ചെറുതീയിൽ വേവിച്ച് കുറുകി വരുമ്പോൾ അരച്ച പൈനാപ്പിളിൻ്റെ അതേ അളവിൽ പഞ്ചസാര കൂടി ചേർക്കാം. തിളച്ചു പൊന്തുന്ന ദേശക്കാരനെ പഞ്ചസാര മധുരം ചെറുതായൊന്ന് തണുപ്പിക്കും. പാകമായി വരുന്ന മിശ്രിതത്തിലേക്ക് രുചിയും മണവും കൂട്ടാനായി ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പൈനാപ്പിളും അടങ്ങിയ മിശ്രിതം വെന്തു കുറുകി ഒന്നായി ഒഴുകി വീഴുന്ന പാകത്തിൽ ചില്ലുപാത്രത്തിലേക്ക് മാറ്റാം. തണുത്തു കഴിഞ്ഞാൽ ജാമിൻ്റെ സ്ഥിരതയിലെത്തിക്കോളും. വീട്ടിലുണ്ടാക്കുന്ന ജാമുകളിൽ പ്രകൃതിദത്തമായ ധാരാളം ഗുണങ്ങളുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കലുകൾ അടങ്ങിയ പലതരം സ്പ്രെഡുകൾക്ക് ആരോഗ്യകരമായ ഒരു ബദൽ മാർഗം കൂടിയാണ് ഇത്. ശരീരഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളെ ശക്തിപ്പെടുത്താനും പൈനാപ്പിളിന് കഴിവുണ്ട്.